മണി മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെറും 70 രൂപയ്ക്ക് ഏത് സാധാരണക്കാരനും സ്വർണം വാങ്ങാതെ തന്നെ സ്വർണത്തിൽ നിക്ഷേപം നടത്താൻ കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ടല്ലേ? എന്നാൽ വിശ്വസിച്ചേ മതിയാകൂ. നമ്മൾ സാധാരണക്കാർ സമ്പാദിക്കുന്നതും സേവ് ചെയ്തു വെക്കുന്നതുമായ പൈസയെ നാളത്തെ ഒരു ആവശ്യത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത് മിക്കപ്പോഴും ബാങ്കിൽ FD ഇടുകയോ അല്ലെങ്കിൽ ചിട്ടി കൂടിയൊക്കെയാണ് പതിവ്. എന്നാൽ രാജ്യത്തിൻ്റെ പണപ്പെരുപ്പത്തിൻ്റെ നിരക്ക് വെച്ച് നോക്കുമ്പോൾ ഈ FDയിൽ നിന്ന് കിട്ടുന്ന പലിശയ്ക്കോ അല്ലെങ്കിൽ ചിട്ടി കൂടിയ പൈസയ്ക്കോ ഈ പണപ്പെരുപ്പത്തിനെ അതിജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് പരമമായ സത്യം. പണപ്പെരുപ്പം എന്താണെന്ന് വളരെ ലളിതമായി പറഞ്ഞാൽ, നമ്മളൊരു 5 വർഷം മുൻപ് ഒരു 50 രൂപയുടെ ഒരു സാധനം വാങ്ങിയെന്നിരിക്കട്ടെ. ആ അതേ വസ്തുവിന് ഇന്ന് വിപണിയിലുള്ള വിലയുമായിട്ടുള്ള വ്യത്യാസമാണ് പണപ്പെരുപ്പം എന്ന് നമ്മൾ പറയുന്നത്. അതുതന്നെയാണ് സ്വർണ്ണ നിക്ഷേപത്തിൻ്റെ പ്രസക്തിയും. കാരണം സ്വർണത്തിന് പണപ്പെരുപ്പത്തിനെ അതിജീവിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. ഈ കഴിഞ്ഞ 2-3 വർഷങ്ങളുടെ കണക്കെടുത്താൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങിയ രാജ്യങ്ങളിൽ, സ്വർണം വാങ്ങിയെന്ന് പറയുമ്പോൾ സ്വർണം കരുതൽ ശേഖരമായി വാങ്ങിയ രാജ്യങ്ങളുടെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 2-3 രാജ്യങ്ങളിൽ നമ്മുടെ ഇന്ത്യയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമാണ്. സാമ്പത്തിക മാന്ദ്യം വരുമ്പോഴും ഓഹരി വിപണി ഇടിയുമ്പോഴും സ്വർണത്തിൻ്റെ വില എപ്പോഴും കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ പേടിക്കാനുള്ള കാര്യവുമില്ല. എന്നാൽ ഫിസിക്കൽ ഗോൾഡ് വാങ്ങി സൂക്ഷിക്കുന്നതിൽ നിന്ന് വലിയ ലാഭമൊന്നും നമ്മൾ സാധാരണക്കാർക്ക് കിട്ടില്ല. മാത്രമല്ല, പണിക്കൂലി ഇനത്തിൽ വലിയ നഷ്ടവും വന്നേക്കാം. മറ്റൊന്ന്, അത് വാങ്ങി സൂക്ഷിക്കുമ്പോഴുള്ള റിസ്ക്കാണ്. നിങ്ങളൊന്ന് ആലോചിച്ചേ, ഒരു പരിധിയിൽ കൂടുതൽ ഫിസിക്കൽ ഗോൾഡ് വീട്ടിൽ വെക്കുമ്പോൾ നമുക്ക് എന്ത് സ്വസ്ഥതയാണുള്ളത്? കള്ളന്മാർ വന്ന് മോഷ്ടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുമാത്രമല്ല, സർക്കാർ ഇതിനൊക്കെ ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് ഗോൾഡ് ലോക്കറിൽ സൂക്ഷിക്കണമെന്നാണെങ്കിലും നമ്മൾ നമ്മുടെ പോക്കറ്റിൽ നിന്നാണ് പൈസ എടുത്ത് അവർക്ക് കൊടുക്കുന്നത്. അവിടെയും നമുക്ക് കാര്യമായി ഒരു ലാഭവും ഉണ്ടാകുന്നില്ല. ഇന്ത്യയിൽ സ്വർണം വാങ്ങി ഡിജിറ്റലായി സൂക്ഷിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഗോൾഡ് ETF എന്ന് പറയുന്നത്. അതായത് സ്വർണത്തിൻ്റെ വിലയെ ഇന്ത്യയുടെ ഓഹരി വിപണിയിൽ വ്യാപാരം ചെയ്യപ്പെടുന്ന ഒരു സംവിധാനമാണ് ഗോൾഡ് ETF അഥവാ ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് നമ്മൾ പറയുന്നത്. സ്വർണം മാത്രമല്ല കേട്ടോ, വെള്ളിയും കറൻസിയും ഒക്കെ നമുക്ക് ഇതിൽ വാങ്ങി സൂക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും നല്ല ഒരു കാര്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് വാങ്ങാനും വിൽക്കാനും നമ്മൾക്ക് ഒരു ഇടനിലക്കാരൻ്റെ വലിയ കാര്യമായ സൗകര്യമോ അവരുടെ സമയമോ ഒന്നും കാത്തു നിൽക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. ഇത് നമ്മുടെ കയ്യിലുള്ള തുച്ഛമായ വരുമാനം അല്ലെങ്കിൽ തുച്ഛമായ ഒരു സംഖ്യ കൊണ്ട് എപ്പോൾ വേണമെങ്കിലും വാങ്ങി സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഗോൾഡ് ETF എന്ന് പറയുന്നത്. സ്വർണത്തിൻ്റെ വില കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ആനുപാതികമായിട്ട് ഇതിൻ്റെ വിലയും കൂടും. ഒരു ബൈ അല്ലെങ്കിൽ ഒരു സെൽ ബട്ടണിൽ എല്ലാം നമുക്ക് നടത്തിയെടുക്കാൻ പറ്റും. എന്നാൽ ഇതിനും കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട് കേട്ടോ. ഏറ്റവും വലിയൊരു പോരായ്മ എന്തെന്ന് പറഞ്ഞാൽ, സ്വർണത്തിൻ്റെ വില കുറഞ്ഞാൽ ഇതിൻ്റെ വിലയും കുറയും. കാരണം സ്വർണത്തിൻ്റെ വില കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ വിലയും കൂടുമല്ലോ. അതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെയാണോ സ്വർണത്തിൻ്റെ വില കുറയുന്നത്, അപ്പോഴൊക്കെ ഗോൾഡ് ETFൻ്റെ വിലയും കുറയും. രണ്ടാമത്തെ പോരായ്മ എന്ന് പറയുന്നത്, ഇത് ആഭരണമായി വാങ്ങി അല്ലെങ്കിൽ അണിഞ്ഞു നടക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ മലയാളി സ്ത്രീകൾക്ക് സ്വർണം കയ്യിൽ സൂക്ഷിക്കുന്നതും അണിഞ്ഞു നടക്കുന്നതും ഒരു ഇമോഷൻ കൂടിയാണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ അതൊരു പോരായ്മ തന്നെയാണ്. ഈ 2 പോരായ്മകളാണ് ഗോൾഡ് ETFനുള്ളത്. ഇനി ഇതിൻ്റെ ഏറ്റവും നല്ലൊരു വശം എന്തെന്നാൽ, എല്ലാ രാജ്യങ്ങളിലും കരുതൽ ശേഖരമായി സ്വർണത്തിനെ കാണുന്നിടത്തോളം കാലം സ്വർണത്തിൻ്റെ വില കൂടിക്കൊണ്ട് തന്നെയിരിക്കും. അതുകൊണ്ട് തന്നെ ഗോൾഡ് ETFൽ നിക്ഷേപം നടത്തുന്നവർ ഒരു കാരണവശാലും നഷ്ടം വരുമോ എന്നുള്ള പേടി വേണ്ടേ വേണ്ട. നമ്മളിപ്പോൾ ഗോൾഡ് ETF എന്താണെന്ന് പഠിച്ചു, അതെങ്ങനെ വർക്ക് ചെയ്യുമെന്ന് പഠിച്ചു, അതിൻ്റെ ഗുണങ്ങളും പോരായ്മകളും ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അതിലെങ്ങനെ നിക്ഷേപം നടത്താം എന്ന് കൂടി അറിയണ്ടേ? അതിനാദ്യം തന്നെ നിങ്ങളൊരു DMAT അക്കൗണ്ട് തുടങ്ങുക എന്നുള്ളതാണ് വേണ്ടത്. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം സെലക്ട് ചെയ്യുക. ഇന്ത്യയിൽ നിലവിലുള്ള അപ്സ്റ്റോക്ക്, സെറോദ, ഏഞ്ചൽ വൺ, ഗ്രോ അപ്പ് എന്നിങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട് നിങ്ങൾക്കൊരു DMAT അക്കൗണ്ട് തുടങ്ങാനായിട്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് പ്ലാറ്റ്ഫോമാണോ വേണ്ടത് ആ പ്ലാറ്റ്ഫോം നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അവിടെ ഒരു DMAT അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് സെർച്ച് ബാറിൽ പോയിട്ട് ഗോൾഡ് ബീസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അനുയോജ്യമായ ഗോൾഡ് ബീസ് നിങ്ങൾക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. സാധാരണയായി ആളുകൾ
SIP ആയിട്ടും അല്ലെങ്കിൽ ഒരു ലംസം ഒക്കെ ആയിട്ടാണ് ഇതിൽ നിക്ഷേപം നടത്താറ്. അത് നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഗോൾഡ് ETF എന്താണെന്നും അത് എങ്ങനെ നിക്ഷേപം നടത്തണം എന്നും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സമയം കളയാതെ എത്രയും പെട്ടെന്ന് ഒരു ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് ഗോൾഡ് ETFൽ നിക്ഷേപം നടത്തുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ആൻഡ് ഗെറ്റ് റിച്ച് വിത്ത് മണി മാസ്റ്റർ. താങ്ക് യു എവ്രി വൺ.